അപ്പോൾ എന്തിനായിരിക്കും ഇന്നലെ അഹാന വന്നത്? ഈ 3 കാരണം. ഒന്ന്, അഹാനയ്ക്ക് സ്വയം രക്ഷപ്പെടണം. കാരണം മലയാളികൾ അഹാനയെ ഏകദേശം അവരുടെ മനസ്സിലൊരു മാർക്ക് ഇട്ട് കഴിഞ്ഞു. അതായത് അമ്മൂമ്മയെ ഇങ്ങനെ വിളിച്ചു, അമ്മൂമ്മയെ അടിക്കാൻ ചെന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുരുതര ആരോപണമാണ് ഒരു വയസ്സായ സ്ത്രീ പറയുന്നത്. അപ്പോൾ ഈ കല്യാണം അടുത്ത സമയത്ത് ഈ കല്യാണത്തിൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ നീ എന്ത് സാധനമടി, നീ ഇങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ ആ ഒരു മലയാളികളെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇത് ഇങ്ങനെ ഒരു 8 പേജ് ഞങ്ങളുടെ ഭാഗത്ത് ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയാനായിരുന്നു അവർ ശ്രമിച്ചത്. രണ്ടാമത്തെ മാത്രം ഇമ്പോർട്ടൻസ് ആണ് അവർ അമ്മയ്ക്ക് കൊടുത്തത്. അമ്മയും കൂടി അതിലൂടെ ഒന്ന് രക്ഷിച്ചെടുക്കാമെന്ന്. ഇനി മൂന്നാമതായിട്ട് അവരുടെ ഏറ്റവും പ്രധാന കാര്യം, തൻവി വന്നേ പിന്നെ ആ അമ്മൂമ്മയിലുണ്ടായ മാറ്റങ്ങൾ. ഇവർ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച വിഷമങ്ങൾ, അവരുടെ രൂപം തന്നെ എന്തുമാത്രം അരക്ഷിതമായി എന്നുള്ളത്. ഇനി തൻവി വന്നേ പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൂടെ ആ അമ്മൂമ്മയുടെ ഫോട്ടോ ഞാനിവിടെ ചേർക്കട്ടെ. ആ പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ ചേർക്കാം. നിങ്ങൾ തന്നെ അത് വെരിഫൈ ചെയ്യണം. ഒരു വയസ്സായ സ്ത്രീയെ വേണ്ട ശുശ്രൂഷ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തി അവർക്ക് വേണ്ടതൊക്കെ നൽകുമ്പോഴും നമ്മൾ തീരെ തിരസ്കരിച്ച് അവരെ ഒരു വീടിൻ്റെ ഉള്ളിൽ തള്ളിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിൽക്കുമ്പോഴും ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ അവരുടെ വ്യത്യാസങ്ങൾ നോക്കണം. എന്തുമാത്രം സ്വന്തം മകളൊരു കയ്യകലത്തുണ്ടായിട്ടും അകലെയുള്ള പേരക്കുട്ടി വരേണ്ടി വന്നു അവർക്ക് ഇത്തരം ശുശ്രൂഷകൾ. ഇവൻ അവരുടെ നഖം പോലും വെട്ടുന്നു, മുടി ഡൈ ചെയ്യുന്നു, അവർക്ക് വേണ്ട ശാരീരികമായിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അവർ കൂടുതൽ ഒരു കൂഞ്ഞു വന്നിട്ടുണ്ട്, അപ്പോൾ അത് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ബെൽറ്റ്, അങ്ങനെ ഈവൻ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ പറയുമായിരിക്കുമോ അവർക്കല്ലേ സ്വത്ത് കൊടുത്തേ അപ്പോൾ അവർ നോക്കിയാൽ മതി, ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. എന്തൊക്കെയായാലും ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ അമ്മൂമ്മയെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ ശുശ്രൂഷിക്കുന്നതും ഈ വ്ളോഗൊക്കെ കാണുമ്പോൾ അവിടെ ഇരിക്കപ്പെടുന്നത് ഇല്ലാതെയാണ് ഈ 8 പേജുള്ള മുഖപ്രസംഗം അവർ നടത്തിയെന്നുള്ളൊരു സത്യമാണ്. എന്തായാലും തൻവി ആ അമ്മൂമ്മയെ ശുശ്രൂഷിക്കുന്ന വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കാണാം. അമ്മൂമ്മ രാവിലെ എണീച്ച് വന്ന് അമ്മൂമ്മ ലേറ്റ് ആയിട്ട് എണീച്ച് ഞാൻ നേരത്തെ എണീറ്റ്. രാവിലെ നമ്മൾ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. കാരണം ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മ ഇപ്പൊ നമ്മള് കൂനിയൊന്നും തണുന്ന് ഇച്ചിരി ഒന്നും നൂത്തിയെടുത്തത് ഇല്ലാതെയാവും. അപ്പൊ ഡോക്ടറൊക്കെ പറഞ്ഞാണ് നൂത്തിയത്. കേരളത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇലക്കി ധാന്യാമദായമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയും നല്ല ഉഷാറായി. അമ്മൂമ്മയുടെ മുടിയുടെ തുമ്പൊക്കെ വെട്ടിയ ഭയങ്കര ഹാപ്പിയാണ്. ആകെ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ അമ്മൂമ്മക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കണ്ടല്ലോ, ആ വ്യത്യാസം കണ്ടല്ലോ. അവരുടെ ആ മുമ്പത്തെ രൂപവും ഇപ്പോഴത്തെ രൂപം. നമ്മളൊരു വയസ്സായ സ്ത്രീയെ നമ്മളുടെ കൂടെ, നമ്മുടെ അമ്മൂമ്മയാവട്ടെ അമ്മയാവട്ടെ, സ്വത്ത് തരട്ടെ തരാതിരിക്കട്ടെ, നമ്മുടെ കൂടെ അവരെ കെയർ ചെയ്ത് നിർത്തി അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡുകൾ, അവരുടെ ആ ചെറിയ ആവശ്യങ്ങൾ, വയസ്സായവർക്ക് ചെറിയ ആവശ്യങ്ങളായിരിക്കും, അതിനോടൊപ്പം നിന്ന് അവരെ ശുശ്രൂഷിച്ച് അവരെ നന്നാക്കി എടുക്കുന്നതും, അവരെ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് തള്ളി എന്തെങ്കിലും ചെയ്തോട്ടെ, അവരെ തിരിഞ്ഞു നോക്കരുത്, അവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കരുത്, അവരെ മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്ന് ഈ ഹോം നേഴ്സിനോട് പോലും പറയുന്നതും ഒക്കെ എന്ത് ക്രൂരതയാണല്ലോ. എന്തായാലും അഹാനയ്ക്ക് വേറൊരു വിഷമമുള്ളത് എന്താ വെച്ചാൽ അഹാനയുടെ മറ്റ് 3 സിസ്റ്റേഴ്സും അച്ഛനും ഇതിനെപ്പറ്റി ഒന്നും റിയാക്ട് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് 3 പേരെ പറ്റി ആ അമ്മൂമ്മയ്ക്കും വലിയ പരാതിയില്ല. അപ്പം നമ്മൾക്ക് ആ അമ്മൂമ്മ പറയുന്ന ചെറിയൊരു വേർഷൻ ഒന്ന് കേൾക്കാട്ടോ. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം. അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്ന എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്ന എങ്കിൽ പിന്നെ എനിക്ക് ഓർസയും ഷാനെയും ഹൻസിയെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മു പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു വെപ്പിച്ചത്. അമ്മു പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരെ അയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പൊ അവരിതുപോലെ
എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ ഞാൻ പറയില്ല. എന്നിട്ട് അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പൻ അഹാനയ്ക്ക് തന്നെ ഈ അമ്മൂമ്മയോട് ക്രൂവലായിട്ട് പെരുമാറാണ്. ഈ അമ്മൂമ്മ അഹാന ഇന്നലെ പറഞ്ഞ പ്രധാന ഒരു കാരണം തൻ്റെ ഒരു വശം മാത്രമുള്ള ചാറ്റ്, അത് ഒരു ഭാഗം മാത്രം കാണിച്ചിട്ടാണ് ബന്ധു രംഗത്ത് വന്നതെന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ചാറ്റ് ഇന്ന് അമ്മൂമ്മ ഫോണിൽ കാണിക്കുമ്പോൾ ആ ചാറ്റ് മുഴുവനും അവർ ഡിലീറ്റഡ് ആണ്. കാരണം അവരൊരു വോയിസ് വിടും, അമ്മൂമ്മ കേട്ടു എന്ന് കണ്ടാൽ അത് അപ്പം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഭാവിയിലേക്ക് ഇങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് ഇവർ കൊടുത്ത പണി തിരിച്ചടിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് അമ്മൂമ്മയുടെ അടുത്ത് റെക്കോർഡിന് പോകുന്നതും അമ്മൂമ്മയുടെ ചാറ്റിൽ ഇങ്ങനെയുള്ള സ്വന്തം വോയിസോ അല്ലെങ്കിൽ സ്വന്തം മെസ്സേജോ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതും. എന്തായാലും ഈ മറ്റു 3 പെൺകുട്ടികൾക്ക് ഇല്ലാത്ത പരാതി അഹാനയ്ക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമ്മൂമ്മ പറയുന്നുണ്ട്, എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ എന്തിനാണ് അപ്പൂപ്പ അവർക്ക് എഴുതി കൊടുത്തത്, എന്തിനാണ് അപ്പൂപ്പ അവരുടെ കയ്യിൽ ബാങ്കിൽ പൈസ ഇട്ട് കൊടുത്തത് എന്നൊക്കെ അഹാന അപ്പൂപ്പനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കേൾക്കാം. എന്നെ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോംനേഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ. ഇനി ഒരു വീട്ടിൽ അവരുടെ 4 പെൺമക്കളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മാത്രമാണ് അമ്മൂമ്മയോട് ഇത്രയും ക്രൂരമായിട്ടും അങ്ങനെയുള്ള സംസാരിക്കാനുള്ള അവസരം വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അമ്മൂമ്മ മറ്റു 3 പേരെ പറ്റി പരാതി പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണകുമാർ ഇത് വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു സമീപനം, ആരുടെ പങ്കും പറയാനായിട്ട് വന്നില്ല. അപ്പോൾ അഹാനയ്ക്ക് ഇത്രമാത്രം സ്വാധീനം ആ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്നുള്ള പദ്ധതി നടപ്പാക്കാനായിട്ട് അമ്മ സപ്പോർട്ട് ചെയ്തൊരു മകൾ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് മറ്റ് സിസ്റ്റേഴ്സ്, ശരിയാണ് ചേച്ചി പറഞ്ഞത് ശരിയാണ്, അമ്മൂമ്മയുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കൂടെ പോയിരുന്നു എന്നവരൊരു സാക്ഷ്യം പറയാനത് എന്താ? അതുപോലെ അച്ഛനും എൻ്റെ മകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇങ്ങനെയല്ല. ഈ വിവാഹം അടുത്ത സമയത്ത് പോലും മറ്റു 3 സിസ്റ്റേഴ്സും കൃഷ്ണകുമാറും ഒന്നും അഹാനയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിനെല്ലാം ഉപരി ഇനി അഹാനയുടെ വിവാഹം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഹാന പദ്ധതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ അമ്മു പദ്ധതി നടപ്പിലാക്കണം എന്ന് നിർബന്ധിക്കുന്ന സിന്ധു കൃഷ്ണകുമാർ വീണ്ടും വിവാഹത്തിലാവാൻ പോണേ ഉള്ളൂ. സിന്ധു കൃഷ്ണകുമാർ അഹാനയുടെ ഭാവി ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്ന നല്ല തേനൊലിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആൻറ്റി എന്നൊക്കെ വിളിച്ച് അയാൾ സംസാരിക്കുന്നു, അതിന് മറുപടിയായിട്ട് അവർ സംസാരിക്കുന്നു, അങ്ങനെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പബ്ലിക്കായിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയാണ്. അയാളും ഒട്ടും ഇവരോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഓരോ വ്യക്തികളുടെ പൈസയും സമ്പത്തും അനുസരിച്ച് മരുമക്കളെ വേറെ തട്ടിൽ കാണാനുള്ളൊരു ശ്രമം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി കൂടി അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി അഹാനയുടെ വിവാഹത്തിന് അഹാന ആ മുത്തശ്ശിയെ വിളിക്കില്ല, എൻ്റെ വിവാഹത്തിന് നീ വരരുത് എന്നുള്ള രീതിയിൽ അഹാനയുടെ മെസ്സേജ് വായിക്കുന്ന ആ അമ്മൂമ്മ മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കത് സങ്കടം തോന്നും. അതായത് നീയെ എടി എന്നുള്ള ആ ഒരു സംബോധന ഈ അഹാനയേക്കാളും എത്രയോ വയസ്സുള്ളതായിരിക്കും അല്ലേ അമ്മൂമ്മ. അപ്പോൾ സ്വന്തം അമ്മയുടെ അമ്മയാണെന്നുള്ള ഒരു പരിഗണന കൂടാതെ നിങ്ങളെന്ന് പോലും അല്ല വിളിക്കുന്നത്, നീയെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ അമ്മൂമ്മ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒന്ന് കേൾക്കാം. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്, ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്, എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ എന്താ. അമ്മൂമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്
ഈ അഹാന ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്ത തൻവിയുടെ അമ്മയുമായിട്ട് വഴക്കുണ്ടാവുമ്പോൾ നീ എൻ്റെ വിവാഹത്തിന് വരരുത്, അവളെ ഞാൻ വിവാഹത്തിന് വിളിക്കില്ല, ആ വൃത്തികെട്ട എന്ന് പറഞ്ഞ് അവരുടെ പേര് ചേർത്തിട്ട് ഒരു പരാമർശം. എന്തുകൊണ്ടായിരിക്കും അഹാന ഇങ്ങനെ മൂത്തവരുമായിട്ട് വഴക്ക് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്? ഈ അമ്മൂമ്മയുടെ തന്നെ വേർഷനിൽ അമ്മയുടെ അനിയത്തിയോട്, ഈ തൻവിയുടെ അമ്മയോട് അഹാന വർഷങ്ങൾക്ക് മുമ്പ് വഴക്കൂടിയ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അമ്മൂമ്മയോട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രായമായവരോട് വഴക്കൂടാനും ഈ നമ്മൾ പറയില്ലേ ഈ ഗൂസ്റ്റോക്സിൽ കൂടുതൽ കമ്പുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളരെ ലോക്കലായിട്ട് കാണുന്നില്ലേ, ഈ വെറുതെ കുറ്റവും കുറവും അവരെന്താ ഇങ്ങനെ ഇവരെന്താ എങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറാനായിട്ട് അഹാന മാത്രം അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കും. മറ്റു 3 പെൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ അവരൊരിക്കലും ഇങ്ങനെ താഴേക്ക് വന്ന് ഇങ്ങനെ കുറ്റവും കുറവും പറയാനോ അമ്മൂമ്മയുടെ സ്വത്ത് എവിടെ, അപ്പൂപ്പൻ്റെ സ്വത്ത് എവിടെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കണ്ണിങ് ആയിട്ട് ചിന്തിക്കുകയും ഇവരെന്തിന് ഈ സ്വത്തൊക്കെ മറ്റേ കസിൻ സിസ്റ്ററിന് കൊടുക്കുന്നു എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കൂർത്ത ബുദ്ധി, അതല്ലെങ്കിൽ ഒരു വളഞ്ഞ ബുദ്ധി എങ്ങനെ ഈ കുട്ടിക്ക് മാത്രം കിട്ടി എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു അത് അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ആ അമ്മയുടെ ഏറ്റവും വലിയ പെറ്റെന്ന് പറയുന്നത് ആ മൂത്ത മകളാണ്. ആ അമ്മ കൂടുതൽ സ്വീകാര്യത കൊടുക്കുന്നത് അവളുടെ അഭിപ്രായങ്ങൾക്കാണ്. ആ വീട്ടിൽ അമ്മു വേണം എന്നുള്ളത് അത് അവരുടെ മാത്രം ഒരു അജണ്ടയാണ്. മറ്റേ അച്ഛനും മറ്റു 3 പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം ഒരിക്കലും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നില്ല. അവരത്രയും സ്നേഹിക്കുന്ന ആ മൂത്ത ചേച്ചിയാണെങ്കിൽ ചേച്ചിക്കെതിരെ ഇങ്ങനെ അമ്മൂമ്മ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അമ്മൂമ്മയുടെയും ചേച്ചിയുടെയും ചാറ്റുകൾ പുറത്തു വിടുന്നു. ഇത്രയും പ്രശ്നങ്ങളായിട്ടും അവരവരുടെ ആ മൗനം ഭഞ്ജിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ തന്നെ അഹാനയ്ക്ക് അല്ലെങ്കിൽ അഹാനയുടെ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. ഏറ്റവും ലോക്കലായിട്ട് തന്നെ ബിച്ച് എന്നൊക്കെ അമ്മൂമ്മയെ വിളിക്കുന്ന ആ ഒരു രീതി അത് തൻവി തന്നെ ഒരു ചെറിയൊരു ബൈറ്റിൽ പറയുന്നുണ്ട് കേട്ടോ, നമുക്കത് കേൾക്കാം. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് സ്വന്തം അമ്മൂമ്മനെ വിളിക്കുന്നതാണ്. ഇനി ഇവരുടെ വിവാഹാനന്തരം ഇവരുടെ വീട്ടിൽ ഇപ്പം ഉണ്ടാവുന്ന ഈ യോജിപ്പ് പോലും കാണില്ല. കാരണം ഇവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ ദാമ്പത്യത്തിലെ ആ മറ്റേ പങ്കാളിയും ഇവരോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം വന്ന് കയറിയ മരുമകനോട് അല്പം അവഗണനയും, രണ്ടാമത് വരുന്ന മരുമകൻ ഇത്തിരി പൈസയുള്ളവനാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണവനാണ്, അപ്പോൾ അവനെ പൊഞ്ഞുപോലെ ഓക്കെ മോനെ ഹായ് ഹോയ് എന്നൊക്കെ പറയും. മറ്റേ മരുമകനെ കോഴിക്കാല് തിന്നണ്ട, ഇത്രയൊക്കെ തിന്നാൽ മതി, എൻ്റെ മക്കൾ തിന്നട്ടെ എന്ന് പറയാതെ പറയുന്ന ഒരു അമ്മായിയമ്മ. തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ വരും. ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ആബ്സെൻ്റായി മാറും. മറ്റു മക്കളുടെ വിവാഹം വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്തായാലും ആ വീട്ടിൽ അവശേഷിക്കുക തീർച്ചയായിട്ടും ആ അമ്മുതി തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.